നമസ്കാരം, എല്ലാവർക്കും മനശ്രീ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ ഒരു വീഡിയോ ഇട്ടായിരുന്നു ഉത്ര മർഡർ കേസ്. ആ കേസിൽ എന്റെ പ്രിയ സുഹൃത്ത് ഒരു കമന്റ് ഇട്ടായിരുന്നു, ഡബിൾ ഇംപ്രിസൺമെന്റ് എന്ന് പറഞ്ഞാൽ എത്ര വർഷം അല്ലെങ്കിൽ എത്ര പീരീഡ് വരെയാണ് ആ പണിഷ്മെന്റ്, അതും കൂടെ ഒന്ന് ഡിഫൈൻ ചെയ്തൊന്ന് പറയാവോ എന്ന് എന്റെ ഒരു പ്രിയ സുഹൃത്ത് കമന്റ് ഇട്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലൈഫ് ഇംപ്രിസൺമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? 14 വർഷമാണോ എന്നൊരു ഡൗട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. ലൈഫ് ഇംപ്രിസൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റ് ഓഫ് ലൈഫ്, ജീവിത അവസാനം വരെ എന്നുള്ള മീനിങ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉത്ര മർഡർ കേസില് സൂരജിന്റെ പണിഷ്മെന്റിനെ കുറിച്ചിട്ട് ഞാൻ ഡിഫൈൻ ചെയ്യണ്ടായി. സൂരജിന് കിട്ടിയ പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഡബിൾ ലൈഫ് ഇംപ്രിസൺമെന്റ് ആണ്, ഇരട്ട ജീവപര്യന്തമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര വർഷമാണ് സൂരജ് ശിക്ഷ അനുഭവിക്കേണ്ടത് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. ഡബിൾ ലൈഫ് ഇംപ്രിസൺമെന്റ് ആണ് എന്ന് വെച്ചാൽ ജീവിത അവസാനം വരെ. അപ്പൊ ഡബിൾ ആവുമ്പോൾ എങ്ങനെയാണ്? രണ്ടിന്റെ മീനിങ് ഒന്ന് തന്നെയാണ്, ജീവിത അവസാനം വരെ അനുഭവിക്കുക. ഡബിൾ ഇംപ്രിസൺമെന്റ് എന്ന് പറയുന്നത് ആ പണിഷ്മെന്റ് ഒരു ഗ്രാവിറ്റി അല്ലെങ്കിൽ ആ ഒരു കാഠിന്യം ആ പ്രതിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്, ഇരട്ട ജീവപര്യന്തമാണ് തനിക്ക് കിട്ടിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഡബിൾ ലൈഫ് ഇംപ്രിസൺമെന്റ് അവിടെ വിധിച്ചിട്ടുള്ളത്. ഡബിൾ ലൈഫ് ഇംപ്രിസൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിന്റെ മീനിങ് ഒന്ന് തന്നെയാണ്, ജീവിത അവസാനം വരെ അനുഭവിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ മീനിങ്. ഒരു മനുഷ്യന്റെ ആയുസ് എത്ര വരെ എന്നുള്ളത് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതാണ് ലൈഫ് ഇംപ്രിസൺമെന്റ്. ജീവിതം എന്ന് അവസാനിക്കുന്നു അത്രയും കാലം ശിക്ഷ അനുഭവിക്കണം എന്നുള്ളതാണ്. ചിലവർക്ക് ചോദിക്കാറുണ്ട്, 14 വർഷമാണ് ലൈഫ് ഇംപ്രിസൺമെന്റ്. അപ്പൊ സൂരജിന് കിട്ടിയത് 14 പ്ലസ് 28 28 വർഷമാണ്. സൂരജ് പണിഷ്മെന്റ് അനുഭവിച്ചാൽ മതി എന്നൊക്കെ കുറച്ച് പേര് എന്നോട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെയല്ല. 14 വർഷം ഈക്വൽ ടു 28 ഇയേഴ്സ് പണിഷ്മെന്റ് അല്ല സൂരജിന് കിട്ടിയിട്ടുള്ളത്, ജീവിത അവസാനം വരെ തന്നെയാണ്. അപ്പൊ ഇത് പറയുന്നൊരു സെക്ഷൻ നമ്മുടെ CRPC-യിലുണ്ട്, സെക്ഷൻ 433A ഓഫ് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ. Restriction on the power of remission, commutation of a certain offence. Notwithstanding anything contained in section 432, where the sentence is the imprisonment for life is imposed on the person convicted of an offence, where the punishment, the death is the one of the punishment is provided by law, or death is the punishment is imposed on the person is commuted under section 433 is a life imprisonment is the one of the punishment. He shall not be released from the prison unless he survived at least 14 years in that prison. ഇതെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ഡെത്ത് പണിഷ്മെന്റ് കിട്ടിയ ഒരു അക്യൂസ്ഡ്, ഒരു പ്രതിയെ ജയിലിലെ നല്ല നടത്തിപ്പ് പ്രകാരം എന്ത് ചെയ്യുന്നു? അയാളെ റിലീസ് ചെയ്യുന്നു. അദ്ദേഹം അറ്റ്ലീസ്റ്റ് ഒരു 14 ഇയേഴ്സ് എങ്കിലും ജയിൽ ശിക്ഷ അനുഭവിച്ചിരിക്കണം. അങ്ങനെയുള്ള വ്യക്തിയെ മാത്രമേ റിലീസ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ എന്താണ് പറയുന്നത്, ചിന്തിക്കുന്നത് എന്താണ്? 14 വർഷം വരെ ഉള്ളൂ ഇംപ്രിസൺമെന്റ് എന്നാണ്. പക്ഷെ അത് അങ്ങനെയല്ല. വേണമെങ്കിൽ കൊടുക്കാം, വേണ്ടെങ്കിൽ വേണ്ട എന്നുള്ള ഒരു ഡിസ്ക്രിഷണറി പവറാണ്. ഒരു ഡെത്ത് പണിഷ്മെന്റ് കിട്ടിയ ഒരു അക്യൂസ്ഡിന് വേണമെങ്കിൽ 14 വർഷം കഴിയുമ്പോൾ അയാളെ റിലീസ് ചെയ്യാം. എന്തിന്റെ ബേസിൽ? ഒരു ജയിലിലെ നല്ല നടത്തിപ്പ്, ഒരു എന്താണ് മാനസാന്തരം വന്ന ഒരു നല്ല ഒരു അക്യൂസ്ഡിന്. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് കണ്ടീഷൻസ് നോക്കിയിട്ട് എന്താണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിലൊക്കെ പ്രതികൾ എന്ത് ചെയ്യുന്നു? വെറുതെ വിടുന്നു. അപ്പോൾ ഈ ജയിലിൽ നല്ല നടത്തിപ്പിന്റെ ബേസിലാണ് അവരൊക്കെ എന്ത് ചെയ്യുന്നത്? റിലീസ് ചെയ്യുന്നത്. പക്ഷെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? അറ്റ്ലീസ്റ്റ് അവർ 14 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചിരിക്കണം. അങ്ങനെ ആൾക്കാരെ മാത്രമേ റിലീസ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഗവൺമെന്റിനും സെക്ഷൻ 433 ഓഫ് ദി കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ, നമ്മുടെ ഗവൺമെന്റിനും അവരെ റിലീസ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട്. വിത്തൗട്ട് ദ കൺസെന്റ് ഓഫ് ദാറ്റ് പേഴ്സൺ. ആ പേഴ്സന്റെ കൺസെന്റ് ഇല്ലാതെ തന്നെ ഗവൺമെന്റിന് എന്ത് ചെയ്യാം? സ്വമേധയായിട്ട് അവരെ റിലീസ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട്. ദാറ്റ് ഈസ് ഡിഫൈൻഡ് സെക്ഷൻ 433 ഓഫ് ദി കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ. പ്രസിഡന്റിനും ഗവർണർക്കും പാർഡനിങ് പവർ ഉണ്ട്. ആർട്ടിക്കിൾ 72 ഡിഫൈൻ ദ പാർഡനിങ് പവർ ഓഫ് ദി പ്രസിഡന്റ്. ആർട്ടിക്കിൾ 161 ഡിഫൈൻ ദ പാർഡനിങ് പവർ ഓഫ് ദി ഗവർണർ. Article 72 deal power of the president to grant pardon, reprieve, respite, remission or suspend, remit or commute the sentence of any person of convicted of any offence. In a case where the sentence or punishment is by court martial, in a case where the sentence or punishment for the offence of any law relating to the matter which the executive power of the union extend, in a case where the sentence is sentence of death,
Nothing in subclause A of clause 1 shall affect the power by any law conferred on any officer of the armed force of union, shall have power to suspend, remit, commute sentence of any offence which is passed by the punishment is passed by the court of martial. Nothing in subclause C of clause 1 shall affect the power to suspend, remit, commute the sentence which the punishment is a death sentence exercisable by the governor of the state under any law for time being force. Article 161. Power of the governor to grant pardon. Power of the governor to grant pardon, respite, reprieve or remission of a sentence or suspend or remit or commute of a sentence of an accused person of convicted of any offence of any law relating to the matter which the state extend. ഗവർണർക്കും പ്രസിഡന്റിനും പാർഡനിങ് പവർ കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അവരുടെ പാർഡനിങ് പവറിനെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 72 ആർട്ടിക്കിൾ 161 കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത്. ഒരു ഡെത്ത് പണിഷ്മെന്റ് കിട്ടിയ ഒരു അക്യൂസ്ഡിന് വേണമെങ്കിൽ പ്രസിഡന്റിന് ഒരു മേഴ്സി പെറ്റീഷൻ, പ്രസിഡന്റ് ആയിക്കോട്ടെ ഗവർണർ ആയിക്കോട്ടെ, ഇവർക്ക് ആർക്കെങ്കിലും ഒരു മേഴ്സി പെറ്റീഷൻ കൊടുക്കാം. ഒരിക്കലും പ്രസിഡന്റോ ഗവർണറോ അവരുടെ സോമോട്ടയായിട്ട് ഒരു അക്യൂസ്ഡിനെ റിലീസ് ചെയ്യില്ല, അല്ലെങ്കിൽ അവരുടെ സെന്റൻസിനെ കമ്മ്യൂട്ട് ചെയ്യില്ല. ഉള്ളി ദർ റിക്വസ്റ്റ്, അവർ അക്യൂസ്ഡ് റിക്വസ്റ്റ് ചെയ്താൽ മാത്രമേ പ്രസിഡന്റിനും ഗവർണർക്കും പാർഡനിങ് പവർ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് അത് അവരുടെ ഡിസ്ക്രിപ്ഷൻ ആണ്. ദാറ്റ് ബിലോങ്സ് ടു ദർ ഡിസ്ക്രിപ്ഷൻ. നിർഭയ കേസിൽ അക്യൂസ്ഡ് പ്രസിഡന്റിന് മേഴ്സി പെറ്റീഷൻ ഫയൽ ചെയ്തു. അത് പിന്നീട് റിജക്ട് ചെയ്യുകയുണ്ടായി. അപ്പൊ അതും ഇതിനൊരു എക്സാമ്പിൾ ആണ്. എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈഫ് ഇംപ്രിസൺമെന്റ് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ഓഫ് ലൈഫ് ആണ്, ജീവിത അവസാനം വരെയാണ്, ഒരിക്കലും 14 വർഷം അല്ല. 14 വർഷം ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ എന്താണ്, സെക്ഷൻ 433A ഓഫ് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ പറയുന്നത് ഒരു ഡെത്ത് പണിഷ്മെന്റ് കിട്ടിയ ഒരു അക്യൂസ്ഡ് അയാൾ ജയിലിലെ നല്ല നടത്തിപ്പിന്റെ ബേസിൽ വേണമെങ്കിൽ അയാളെ 14 വർഷം കഴിഞ്ഞാൽ റിലീസ് ചെയ്യാം. അതൊക്കെ ഡിസ്ക്രിപ്ഷൻ ആണ്. അല്ല എന്നുണ്ടെങ്കിൽ അക്യൂസ്ഡിന് പ്രസിഡന്റിനോ ഗവർണർക്കോ മേഴ്സി പെറ്റീഷൻ ഫയൽ ചെയ്യാം. മേഴ്സി പെറ്റീഷൻ റിജക്ട് ചെയ്യണോ അക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ളതും പ്രസിഡന്റിന്റെയും ഗവർണറിന്റെയും ഡിസ്ക്രിഷണറി പവർ ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ട് കമന്റ് ചെയ്യുക. എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.